നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ ജില്ലാ നിർമ്മിതി കേന്ദ്രം പുതിയ എസ്റ്റിമേറ്റ് നൽകി. തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടിയാലോചിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മിതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത്. ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ധനവകുപ്പ് തിരിച്ചയച്ചതിനെ തുടർന്ന് ലയങ്ങൾ നവീകരിക്കാനുള്ള നടപടി നീട്ടിവയ്ക്കാനുള്ള ശ്രമമാണോ ഇതെന്ന് സംശയിക്കുന്നതായി കേരള പ്ലാന്റേഷൻ ഫെഡറേഷൻ. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനിയമ ഭേദഗതിയുടെ കാണാപ്പുറങ്ങൾ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ഭൂനിയമ ഭേദഗതിയിലൂടെ ഇടുക്കിയിൽ വരാനിരിക്കുന്നത് അന്ധകാരത്തിന്റെ ദിനങ്ങളാണെന്ന് MP. കേരള ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധവും ഹർത്താലും ദൗർഭാഗ്യകരമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. തെരുവിലെ പ്രതിഷേധം ഒഴിവാക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണഘടനാ മാർഗത്തിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും PS ശ്രീധരൻപിള്ള. എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കമ്പനി. നോട്ടീസ് നൽകിയത് ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിൽ സമരം ചെയ്ത തൊഴിലാളികൾക്ക്. കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ മൃതദേഹവുമായി തൊഴിലാളികൾ HML കമ്പനി ഓഫീസിന് മുൻപിൽ സമരം നടത്തിയിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ ജില്ലാ നിർമ്മിതി കേന്ദ്രം പുതിയ എസ്റ്റിമേറ്റ് നൽകി. ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ധനവകുപ്പ് തിരിച്ചയച്ചതിനെ തുടർന്നാണ് തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടിയാലോചിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മിതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ ലയങ്ങൾ നവീകരിക്കാനുള്ള നടപടി നീട്ടിവയ്ക്കാനുള്ള ശ്രമമാണോ ഇതെന്ന് സംശയിക്കുന്നതായി കേരള പ്ലാന്റേഷൻ ഫെഡറേഷൻ ആരോപിച്ചു. വിവിധ പ്രതിസന്ധികൾ ഉടലെടുത്തതോടെ പൂട്ടിപ്പോയ തോട്ടങ്ങളിലെ തൊഴിലാളികൾ ശോചനീയമായ ലയങ്ങളിലാണ് ജീവിക്കുന്നത്. ഈ ലയങ്ങൾ നവീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു. തുടർന്ന് തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ ജില്ലാ നിർമ്മിതി കേന്ദ്രം പുതിയ എസ്റ്റിമേറ്റ് നൽകി. നിലവിലുള്ള ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കാനായിരുന്നു ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ധനവകുപ്പ് തിരിച്ചയച്ചു. തുടർന്നാണ് തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടിയാലോചിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മിതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത്. ഓരോ ലയങ്ങളിലും 5ഉം 6ഉം കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഇതിൽ മിക്കവാറും ലയങ്ങളുടെ പല മുറികളും നിലം പൊത്തി. തുടർന്നാണ് ലയങ്ങൾ നവീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചത്. ഇത് നവീകരിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി 2 കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്ന ഫ്ളാറ്റ് നിർമ്മിക്കാനാണ് പുതിയ തീരുമാനം. ഇതനുസരിച്ചുള്ള എസ്റ്റിമേറ്റാണ് നിർമ്മിതി കേന്ദ്രം തയ്യാറാക്കി നൽകിയത്. എസ്റ്റിമേറ്റോടുകൂടിയ റിപ്പോർട്ട് ഭരണാനുമതിക്കായി 2 ആഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് നൽകും. അതിനിടയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേരുമെന്ന് ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസ് അറിയിച്ചു. എന്നാൽ 2022-23, 2023-24 വാർഷിക ബജറ്റുകളിൽ 20 കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും തൊഴിൽ ധനകാര്യ വകുപ്പുകളുടെ മെല്ലെപ്പോക്ക് കാരണം ലയങ്ങളുടെ നവീകരണ ചുമതല 1 വർഷം മുൻപാണ് കളക്ടർ അധ്യക്ഷയായ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് നൽകിയത്. 6 മാസം മുൻപ് ജില്ലാ നിർമ്മിതി കേന്ദ്രം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും സാങ്കേതിക പിഴവുകളിൽ വിശദീകരണം തേടി ധനവകുപ്പ് ഫയൽ തിരിച്ചയച്ചതോടെയാണ് പുതിയ എസ്റ്റിമേറ്റിനുള്ള നടപടിയായത്. ഇത് നടപടികൾ നീട്ടിവെക്കുന്നതിനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നതായി കേരള പ്ലാന്റേഷൻ ഫെഡറേഷൻ സംസ്ഥാന നേതൃത്വം ആരോപിച്ചു. കഴിഞ്ഞ 7 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തുന്ന നമ്മുടെ പിണറായി വിജയൻ ഗവൺമെൻറ് തോട്ടം തൊഴിലാളികളുടെ കൂട്ടിയിട്ടിരിക്കുന്ന എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പുനരുദ്ധാരണ പാക്കേജിന് കോടികൾ പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭവന നിർമ്മാണം ഞങ്ങളുടെ വാഗ്ദാനമാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ 7 വർഷക്കാലമായിട്ട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം ഒന്നുകിൽ ഖജനാവിൽ പൈസയില്ല, അതല്ല എങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള താല്പര്യം ഇവർക്കില്ല. ഇതിൽ നിന്നും പിന്മാറിക്കൊണ്ട് അടിയന്തരമായി ഈ നിയമക്കുരുക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടുന്ന ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുവാൻ ഈ ഗവൺമെൻറ് അടിയന്തരമായി ശ്രദ്ധിക്കണമെന്ന് കേരള പ്ലാന്റേഷൻ ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ മുൻപും നടപടികൾ നീട്ടിക്കൊണ്ടുപോയിരുന്നു. ഇത് പിണറായി സർക്കാരിന് ഈ വിഷയത്തോടുള്ള താല്പര്യമില്ലായ്മയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. എന്നാൽ വീണ്ടും പദ്ധതി ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ എത്തിക്കാതെ തൊഴിലാളികളുടെ പുനരധിവാസം അടിയന്തര പ്രാധാന്യം നൽകി നടപ്പിലാക്കണമെന്ന് തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെടുന്നു. ഇടതുപക്ഷത്തിന്റെ ഭൂനിയമ ഭേദഗതിയിലൂടെ ഇടുക്കിയിൽ വരാനിരിക്കുന്നത് അന്ധകാരത്തിന്റെ ദിനങ്ങളാണെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കട്ടപ്പനയിൽ ഭൂനിയമ ഭേദഗതിയുടെ കാണാപ്പുറങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂപ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞിടത്തു നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങിയെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു.
കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സെമിനാർ ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ഭൂനിയമ ഭേദഗതി ഇടുക്കിയെ സംബന്ധിച്ച് വരാനിരിക്കുന്നത് അന്ധകാരത്തിന്റെ നാളുകളാണ്. ഭൂപതിവ് നിയമത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം കൂടുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂവെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലുള്ള നടപടികളാണ് ജില്ലയിൽ നടക്കുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ശാശ്വതമായി പരിഹരിക്കും എന്ന് പറഞ്ഞെടുത്തു നിന്നും പരിഹരിക്കുകയല്ല, മറിച്ച് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള വടിയൊഴിക്കാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന പഴഞ്ചൊല്ല് പോലെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ. ഒന്നേന്ന് തുടങ്ങുകയാണ്. മുഴുവൻ ഭൂമിയും പട്ടയ വസ്തു എന്ന് പറയുന്ന മുഴുവൻ ഭൂമിക്കും മുന്നോട്ട് എന്തെങ്കിലും നിർമ്മിതികൾ വേണമെങ്കിൽ അതിന് നിബന്ധനകൾ വരുന്നു. നിർമ്മിക്കപ്പെട്ടവ അത് സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ അവയ്ക്ക് പിഴയൊടുക്കേണ്ട സ്ഥിതി വരുന്നു. പ്രയോറിറ്റി എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഗവൺമെന്റാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇത്തരമൊരു നിയമമൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്താൽ അത് ഏത് തരത്തിൽ ജനവിരുദ്ധമാക്കി, ജനവിരുദ്ധമല്ലാത്തതും ജനവിരുദ്ധമാക്കാൻ ഏറ്റവും ഭംഗിയായി അറിയാവുന്ന വരികൾക്കിടയിലൂടെ കുത്തും കോമയും ഒക്കെ ഇട്ട് അത് വളരെ ഭംഗിയായി ജനവിരുദ്ധമാക്കുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരെ കണ്ട് കേട്ട് തഴപ്പിച്ച കണ്ണും കാതുമുള്ള നാടാണ് ഇടുക്കി. അക്കാര്യത്തിൽ നമുക്കാർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, രണ്ടാമതൊരു അഭിപ്രായമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയിരിക്കെ എല്ലാ നിലയിലും ജനങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ അവകാശാധികാരങ്ങളെ കവർന്നെടുക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത് നിയമമാക്കാൻ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഭേദഗതി കൊണ്ട് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിച്ചെന്ന ഇടതുപക്ഷം വ്യാപക പ്രചരണം നടത്തുകയാണ്. പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഈ നിയമ ഭേദഗതി മൂലം ഉണ്ടാകുകയെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതിനാലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. AICC അംഗം EM അഗസ്തി ചർച്ച നയിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, കേരള കോൺഗ്രസ് ജെ നേതാവ് നോബിൾ ജോസഫ്, കിഫ ജില്ലാ പ്രസിഡന്റ് ബിബിൻ ജെയിംസ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം സെക്രട്ടറി AJ ബാബു, ദീപിക, സീനിയർ റിപ്പോർട്ടർ KS ഫ്രാൻസിസ്, കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധവും ഹർത്താലും ദൗർഭാഗ്യകരമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. തെരുവിലെ പ്രതിഷേധം ഒഴിവാക്കണം. ആരിഫ് മുഹമ്മദ് ഖാന്റെ ചരിത്രം അറിയാത്തവരാണ് പ്രതിഷേധിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണഘടനാ മാർഗത്തിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ച ചെയ്താണ് ഗവർണറെ നിശ്ചയിച്ചത്. അംബേദ്കറുടെ വാക്കുകളെന്ന് അദ്ദേഹമാണ് കൺക്ലൂഡ് ചെയ്തത്. ഒരിക്കലും ഗവർണർ അത് എലക്റ്റഡ് പോസ്റ്റ് ആവരുത്, സംസ്ഥാനം എലക്ട് ചെയ്യുന്ന ആളാകരുത്. ഭരണഘടനയുടെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംവിധാനമാകണം എന്നാണ്. അതുകൊണ്ടാണ് രാഷ്ട്രപതിക്കും ഗവർണർക്കും ഈ രണ്ട് കൂട്ടർക്കും മാത്രം സ്പെഷ്യലായി അവരെ ഉള്ള സമരങ്ങൾ പോലും പാടില്ല എന്നുള്ള തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിനായിട്ട് ഹർത്താലിനൊക്കെ ആഹ്വാനം ചെയ്തത് ദൗർഭാഗ്യകരമായി പോയി. ഞാൻ അഭ്യർത്ഥിക്കുന്നു, കേരളം കൂടുതൽ നെഗറ്റീവിസത്തിന് വരെ പോസിറ്റീവിസത്തിലേക്ക് പോകണം. സർഗാത്മകതയാണ് വേണ്ടത്, മറിച്ച് നിഷേധാത്മകതയല്ല. നിഷേധാത്മകത കൊടികുത്തി വാഴുമ്പോൾ ഒരു സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമല്ല. ബില്ല് കൊണ്ടുവന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മുസ്ലിം പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോൾ ട്രഷറി ബെഞ്ചിൽ നിന്ന് ചാടിയടിയിട്ട് ഇതാ എൻ്റെ രാജിക്കത്ത് ഇത് അനീതിയാണെന്ന് പറഞ്ഞ ഒരാൾ, അതിൻ്റെ പേരിൽ EMS ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ സ്വീകരണം നൽകിയ ആളാണ് ഇപ്പോഴത്തെ കേരളം കൊണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ സ്വതന്ത്രമായിരിക്കണം. ഈ സ്വതന്ത്രമായ യൂണിവേഴ്സിറ്റി എലക്ട് ചെയ്യപ്പെട്ട് ദേശീയ ഗ്രാജുവേറ്റ്സിനെ പറ്റി ഞാൻ 3 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 84 മുതൽ തുടർച്ചയായി 3 തവണ ദേശീയ ഗ്രാജുവേറ്റ്സ് കോൺസ്റ്റൻസിയിൽ നിന്ന് ജയിച്ചു വന്ന സെനറ്റ് മെമ്പറായിരുന്നു. ആ സെനറ്റ് മെമ്പറായിരുന്ന ഞാൻ പിന്നീട് അത് എലക്ഷൻ വേണ്ട 20 സീറ്റ് സെനറ്റിൽ ദേശീയ ഗ്രാജുവേറ്റ്സിൻ്റെ ആയിരുന്നു. അത് വേണ്ടാൻ തീരുമാനിച്ച
97 മന്ത്രിസഭ ആരെന്ന് ബന്ധപ്പെട്ടവർ തീരുമാനിക്കട്ടെ. അത് കഴിഞ്ഞ് എന്നെ നോമിനേറ്റ് ചെയ്തു. RSSകാരെ നോമിനേറ്റ് ചെയ്ത് കൂടുന്നില്ല. എന്നെ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ നോമിനേറ്റ് ചെയ്ത് സിൻഡിക്കേറ്റിലേക്ക് ഞാൻ പറഞ്ഞു ഇത് ജനാധിപത്യ കശാപ്പിയാണ്, അതുകൊണ്ട് ഇത് വേണ്ട, ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ്. എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കമ്പനി. ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിൽ സമരം ചെയ്ത തൊഴിലാളികൾക്കാണ് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ മൃതദേഹവുമായി തൊഴിലാളികൾ HML കമ്പനി ഓഫീസിന് മുൻപിൽ സമരം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 8-ാം തീയതിയാണ് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ പരിമള മോഹൻ കൊല്ലപ്പെട്ടത്. രാവിലെ എസ്റ്റേറ്റിലെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ അകപ്പെട്ടത്. എസ്റ്റേറ്റിൽ നിന്നും ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസ് സൗകര്യം ഇല്ലാതെയിരുന്നതും കാട്ടാനയുടെ സാന്നിധ്യം അറിയുന്നതിന് വാച്ചർമാരെ നിയമിക്കാത്തതിലും പ്രതിഷേധിച്ച് മൃതദേഹവുമായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ 9-ാം തീയതി ചൊവ്വാഴ്ച എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മൃതദേഹം ഓഫീസിനുള്ളിൽ കയറ്റിവെച്ച 7 തൊഴിലാളികൾക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തി, നാശനഷ്ടങ്ങൾ വരുത്തി, മറ്റു തൊഴിലാളികളെ സമരം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു, സാമ്പത്തിക നഷ്ടം വരുത്തി തുടങ്ങിയവ നോട്ടീസിൽ സൂചിപ്പിക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഐക്യ ട്രേഡ് യൂണിയന്റെ സഹകരണത്തോടെ നടന്ന സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി നോട്ടീസ് പിൻവലിക്കണമെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു. തൊഴിലാളികൾ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ആനയുടെയോ മറ്റ് മൃഗങ്ങളുടെയോ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ വാച്ചർമാരെ നിയമിക്കണം. ആ വാച്ചർമാർ അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ യാതൊരു വാച്ചർമാരുമില്ല. തൊഴിലാളികളെ അവരുടെ ജീവനും സുരക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ കമ്പനിക്ക് വന്നിരിക്കുന്ന വലിയ വീഴ്ചയാണ്. അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടെ കമ്പനിയുടെ ഐക്യ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ 7ഓളം തൊഴിലാളികൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. കമ്പനി ആ നോട്ടീസുകൾ പിൻവലിക്കുകയും ആവശ്യമായ തൊഴിലാളികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ നിലപാട്. അതോടൊപ്പം ഇപ്പോൾ 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ 50,000 രൂപ കൊടുത്തു. 4.5 ലക്ഷം രൂപ ഏതാണ്ട് 15 ദിവസങ്ങൾക്കകം 4.5 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കും. ബാക്കിയുള്ള പൈസ ബാക്കിയുള്ള പേപ്പറുകളാവുന്ന മുറയ്ക്ക് കൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 16-ാം തീയതി അതിൻ്റെ ജനറൽ മാനേജരുമായിട്ട് ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ ഈ നോട്ടീസ് കൊടുത്ത് ആ നോട്ടീസ് പിൻവലിക്കണം എന്ന് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടും. 16-ാം തീയതി ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. SFI നേതാവായിരുന്ന ധീരജ് രാജേന്ദ്രന്റെ 2ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ചെറുതോണിയിൽ നടന്ന പരിപാടി DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം MP ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന SFI നേതാവ് ധീരജ് രാജേന്ദ്രന്റെ 2ാം രക്തസാക്ഷിത്വ ദിനാചരണമാണ് ചെറുതോണിയിൽ സംഘടിപ്പിച്ചത്. നിരവധി SFI പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം MP ഉദ്ഘാടനം ചെയ്തു. മലവെള്ളപ്പാച്ചിലും അഗ്നിനാളങ്ങൾ സഖാവ് ധീരജിന്റെ മൃതശരീരം ഏറ്റുവാങ്ങി. ഞാൻ ഇത്രയും വിശദീകരിച്ചു പറഞ്ഞത് ചേതനയേറ്റ മൃതശരീരം കടന്നുപോയ ആ വാഹനത്തിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ കേരളത്തിലാകെയുള്ള ജനസഹസ്രങ്ങൾ ആ വാഹനത്തിൽ സഖാവിന്റെ ചേതനയേറ്റ മൃതശരീരത്തിനൊപ്പം സഞ്ചരിച്ച ഞങ്ങൾ ഓരോരുത്തരും ജന്മം നൽകിയ അച്ഛനും അമ്മയും സഹോദരനും മനസാക്ഷി മരവിക്കാത്ത ഓരോ മലയാളിയും ആ മണിക്കൂറുകളിൽ ആഗ്രഹിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പിഞ്ചു കുഞ്ഞിന്റെ ജീവനെടുത്ത കൊലയാളികളെ ഒറ്റപ്പെടുത്തിയ ഒരു വരി പത്രക്കുറിപ്പ് പുറത്തിറക്കുവതായിരുന്നു. SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ അനുസ്മരണ പ്രഭാഷണം നടത്തി. MM മണി MLA, CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, ടോണി കുര്യാക്കോസ്, ലിനു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സമരം നടത്തിയ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. DCC അംഗം ബെന്നി കുന്നേലിനെയാണ് പുലർച്ചെ 5 മണിയോടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. സ്റ്റേഷൻ പരിസരത്ത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശിയിരുന്നു. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു.
കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തിയത്. വൈകുന്നേരം 7 മണിയോടെ നടന്ന പ്രകടനം പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് കയറാനും കോലം കത്തിക്കാനും ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് പോലീസ് ലാത്തി വീശി. സംഭവത്തിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു. തുടർന്ന് നേതാക്കൾ പ്രവർത്തകരെ അനുനയിപ്പിച്ച് സ്ഥലത്തുനിന്നും മാറ്റി. പിന്നീട് പ്രവർത്തകർ കിഴക്കേക്കവലയിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച സംഭവത്തിലാണ് DCC അംഗം ബെന്നി കുന്നേലിനെ പുലർച്ചെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കണ്ടാലറിയാവുന്ന 40ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളതായാണ് സൂചന. കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ ടൗണിൽ പ്രകടനവും ധർണയും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചായിരുന്നു പരിപാടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കുന്ന പോലീസ് അതിക്രമം അവസാനിപ്പിക്കുക, അക്രമം അഴിച്ചുവിട്ട ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ പ്രതിഷേധ പ്രകടനത്തിൽ നേതാക്കൾ ഉന്നയിച്ചു. ഇതേപോലെ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിൽ കയറി പോലീസ് അതിക്രമിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഇന്നുമായിട്ട് സംസ്ഥാന യാവുമായി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സമര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ നവകേരള യാത്ര കണ്ണൂരിലേക്ക് കടന്നപ്പോൾ കല്യാൺശ്ശേരിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചു. ഹെൽമറ്റ് വെച്ചും അതുപോലെ പച്ചക്കറി ചട്ടി ഉപയോഗിച്ചും എല്ലാം ഉൾപ്പെടെ ഭയങ്കര. മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജോർജ് ജോസഫ്, പി നിക്സൺ, അരുൺ പൊടിപാറ, ടിനു ദേവസ്യ, VK കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത ജയിലിലടച്ച നടപടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. തോപ്രാങ്കുടി, മുരിക്കാശ്ശേരി എന്നിവിടങ്ങളിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത്. തോപ്രാങ്കുടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സിബി കാരക്കുന്നേൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, DCC അംഗം വിജയകുമാർ മറ്റക്കര, തങ്കച്ചൻ കാരക്കാവേലിൽ, തോമസ് അരയത്തിനാൽ, ജോസ്മി ജോർജ്, അനിൽ ബാലകൃഷ്ണൻ, ബുഷ് കണ്ണഞ്ചിറ, അരുൺ ബാബു, വിനോദ്, ഐപ്പ് ആറുകാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. മുന്നണി ധാരണ പ്രകാരമുള്ള കാലാവധി കഴിഞ്ഞിട്ടും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കാത്തതിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം. ഗ്രൂപ്പിലെ ഷൈനി സണ്ണി ചെറിയാനെതിരെയാണ് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നത്. പാർട്ടിയിലും പാർലമെന്ററി പാർട്ടിയിലും ഉണ്ടാക്കിയ ധാരണപ്രകാരം ആദ്യ 3 വർഷം ചെയർപേഴ്സൺ സ്ഥാനം ഗ്രൂപ്പിനും തുടർന്ന് 2 വർഷം ഗ്രൂപ്പിനുമാണ്. വൈസ് ചെയർമാൻ സ്ഥാനം 3 വർഷം ഗ്രൂപ്പിനും തുടർന്ന് 2 വർഷം ഗ്രൂപ്പിനുമാണ് നിശ്ചയിച്ചിരുന്നത്. ഇതുപ്രകാരം 2023 ഡിസംബർ 28-ന് 3 വർഷം പൂർത്തിയായി. എന്നാൽ ചെയർമാനും വൈസ് ചെയർമാനും ഒന്നിച്ച് രാജിവെച്ചാൽ ഭരണ പ്രതിസന്ധി ഉണ്ടാകുമെന്നതിനാൽ വൈസ് ചെയർമാൻ രാജിവെച്ച് പുതിയ വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന അന്ന് ചെയർപേഴ്സൺ രാജിവെക്കുന്നതിനായിരുന്നു തീരുമാനം. ഇതനുസരിച്ച് വൈസ് ചെയർമാൻ രാജിവെക്കുകയും പുതിയ വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുകയും ചെയ്തെങ്കിലും ചെയർപേഴ്സൺ രാജിക്ക് തയ്യാറാകാത്തതാണ് വിവാദത്തിന് കാരണം. സംഭവത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ജില്ലാ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ജില്ലാ നേതൃത്വം ചെയർപേഴ്സണോട് രാജി ആവശ്യപ്പെടുമെന്നും സൂചനയുണ്ട്.
കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാൽ CPM പ്രവർത്തകർ തല്ലിയൊടിച്ചു. സമൂഹ മാധ്യമത്തിൽ CPM നേതാവിനെ അപമാനിച്ച് കമന്റിട്ടുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. കുമളി 3-ാം മൈൽ സ്വദേശി ജോബിൻ ചാക്കോയെയാണ് CPM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ 3-ാം മൈൽ കുരിശുപള്ളിക്ക് സമീപമായിരുന്നു സംഭവം. ഇരുമ്പാണി തറച്ച തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ജോബിന്റെ ഇടത്തേക്കാൽ തല്ലിയൊടിച്ചു. കാലിൽ ആഴത്തിൽ മുറിവും കൈക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റതിനാൽ ജോബിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. CPMനെതിരായ സമൂഹ മാധ്യമ പ്രതികരണത്തെ തുടർന്നായിരുന്നു ആക്രമണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ ജോബിനോട് വണ്ടിപ്പെരിയാർ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെയാണ് CPM ആക്രമണം. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സമീപ ദിവസങ്ങളിലായി കുമളിയിലും വണ്ടിപ്പെരിയാറ്റിലും CPM യൂത്ത് കോൺഗ്രസ് സംഘർഷങ്ങൾ പതിവായിട്ടുണ്ട്. കൂടുതൽ അക്രമ സംഭവങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. കട്ടപ്പന നഗരസഭാ പരിധിയിൽ നവീകരിക്കുന്ന 2 അങ്കണവാടികളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണിച്ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിലെ 3-ാം വാർഡിൽ ഉൾപ്പെട്ട കൃഷ്ണൻകുടി അങ്കണവാടിയുടെയും 7-ാം വാർഡ് നത്തുകലിലെ 100-ാം നമ്പർ അങ്കണവാടിയുടെയും നവീകരണത്തിനാണ് നഗരസഭ തുക അനുവദിച്ചിരിക്കുന്നത്. കൃഷ്ണൻകുടി അങ്കണവാടിക്ക് 11 ലക്ഷവും 100-ാം നമ്പർ അങ്കണവാടിക്ക് 10 ലക്ഷവുമാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇരു അങ്കണവാടികളുടെയും നിർമ്മാണോദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണിച്ചെറിയാൻ നിർവഹിച്ചു. എൻ്റെ തൊട്ടടുത്ത വാർഡായ 7-ാം വാർഡിലും ഒരു അംഗൻവാടി കൊടുക്കാനായിട്ട് പൂർത്തീകരണത്തിനുണ്ട്. ഇപ്പോൾ 10 ലക്ഷം രൂപയുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് അംഗൻവാടി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, അല്ലാത്ത ഫണ്ടുകളൊക്കെ വരുന്നുണ്ട്, അത് വെച്ച് നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എന്തായാലും അഭിമാനപൂർവ്വം നമ്മുടെ നത്തുകല്ലിൻ്റെ ഒരു അംഗൻവാടിയുടെ തറക്കല്ലിടി കർമ്മമാണ് ഇന്ന് നടക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് അറിയിച്ചു. 2 ഇടങ്ങളിലായി നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർമാരായ ജൂലി റോയി, രാജൻ കാലാച്ചുറ എന്നിവർ അധ്യക്ഷരായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി, മനോജ് മുരളി എന്നിവരും പങ്കെടുത്തു. സാങ്കേതിക അനുമതി ലഭിച്ച ടെൻഡർ ചെയ്യും മുമ്പേ അങ്കണവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി കട്ടപ്പന നഗരസഭ അധ്യക്ഷ. നഗരസഭാ പരിധിയിലെ 2 അങ്കണവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനാണ് ഷൈനി സണ്ണിച്ചെറിയാൻ തറക്കല്ലിട്ടത്. കാലാവധി പൂർത്തിയാക്കി രാജിവെക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഉദ്ഘാടനം നടത്തിയതെന്നാണ് പ്രതിപക്ഷ ആരോപണം. കട്ടപ്പന നഗരസഭ 3-ാം വാർഡിലെ കൊങ്ങിണിപ്പടവ് കൃഷ്ണൻകുടിയിലും 7-ാം വാർഡായ നത്തുകലിലും പുതുക്കി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കാണ് സാങ്കേതിക അനുമതി പോലും ലഭിക്കുന്നതിന് മുൻപ് കട്ടപ്പന നഗരസഭ അധ്യക്ഷ തറക്കല്ലിട്ടത്. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി സാങ്കേതിക അനുമതിക്കായുള്ള അപേക്ഷ നൽകിയിട്ടേയുള്ളൂ. അനുമതി ലഭിച്ചാൽ മാത്രമേ ടെൻഡർ ക്ഷണിക്കാനാകൂ. എന്നാൽ ചെയർപേഴ്സന്റെ ഭരണ കാലയളവ് അവസാനിക്കും മുമ്പ് തിടുക്കത്തിൽ തറക്കല്ലിട്ടുവെന്നാണ് പ്രതിപക്ഷ കൗൺസിലർ ഷാജി കൂത്തോടിയുടെ ആരോപണം. 2 വാർഡുകളിലെ അംഗൻവാടിക്ക് കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടിരിക്കുക. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ്. കഴിഞ്ഞ 3 വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സർക്കസ് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഈ നടപടി അവസാനിപ്പിച്ച് കട്ടപ്പന നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ഭരണസമിതി മാറണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നഗരസഭയുടെ എല്ലാ മേഖലയിലുമുള്ള റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നു. എല്ലാ കുടിവെള്ള പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിലാണ്. കട്ടപ്പന നഗരസഭയുടെ പരിധിയിൽ വരുന്ന എല്ലാ സമീപ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും വർക്കുകൾ നടക്കുകയും ബില്ലുകൾ മാറുകയും ചെയ്യുമ്പോൾ കട്ടപ്പന നഗരസഭയിൽ മാത്രം പണിയെടുത്താൽ ബില്ലുകൾ മാറാത്തതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതറിയാനുള്ള ആഗ്രഹമുണ്ട്. കാരണം മണ്ടമ്പേട്ടിലും കരുണാപുരത്തും കാഞ്ചിയാറ്റിലും ഇരട്ടയാറ്റിലും കാമാക്ഷിയിലും ഒക്കെ വർക്കുകൾ നടത്തുകയും ആ വർക്കുകളുടെയൊക്കെ ബില്ല് മാറി കിട്ടുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ മുഴുവൻ വർക്കുകളുടെ ബില്ല് മാറുമ്പോൾ കട്ടപ്പന നഗരസഭയിൽ മാത്രം ബില്ലുകൾ മാറാതിരിക്കുകയും എന്നിട്ട് അതിനോടുകൂടെ ഇത്തരത്തിലുള്ള ചില സർക്കസുകൾ, അതായത് ഒരു നിയമങ്ങളെയും പാലിക്കാതെ ടെൻഡർ TS ആകാതെ ടെൻഡർ ആകാതെ 2 അംഗൻവാടികൾക്ക് ഇന്നലെ പോയി കണ്ടിട്ടിരിക്കുക. അത് ഇരിക്കുന്ന ചെയർപേഴ്സൺ മാറുന്നതിന് മുമ്പ് ഒരു ഉദ്ഘാടന മാമാങ്കം എന്ന് പറഞ്ഞ രീതിയിൽ നടത്തുക. ഇതുകൊണ്ട് ജനത്തിന് യാതൊരുവിധ പ്രയോജനം ഉണ്ടാകുകയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരത്തെ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിന്റെ മുൻഗണനാ പട്ടികയിൽ നിന്ന് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന വലിയ കണ്ടം, കല്യാണത്തണ്ട് അങ്കണവാടികളെ ഒഴിവാക്കിയിരുന്നു. ICDS സൂപ്പർവൈസർ നൽകിയ പട്ടികയിൽ നിന്നാണ് 2 അങ്കണവാടികളെ പുറത്താക്കിയത്. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടിൽ അയ്യപ്പൻകോവിൽ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. പോസ്റ്റ് മാസ്റ്ററായി ഹിന്ദി മാത്രം അറിയാവുന്ന ഉദ്യോഗസ്ഥൻ എത്തിയതോടെയാണ് പോസ്റ്റൽ സേവനം ജനങ്ങൾക്ക് മുടങ്ങിയിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കുന്ന പെൻഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പരാതി.
സാധാരണ ജനങ്ങളും തോട്ടം തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് അയ്യപ്പൻകോവിൽ. ഇവിടെയാണ് ഹിന്ദി മാത്രം അറിയാവുന്ന പോസ്റ്റ് മാസ്റ്ററെ നിയമിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥൻ ഇവിടെ ജോലിക്കെത്തിയിട്ട് 3 മാസം കഴിഞ്ഞു. ഉപ്പുതറ പോസ്റ്റ് മാസ്റ്റർ അയ്യപ്പൻകോവിലിന് സ്ഥലം മാറ്റത്തിന് അപേക്ഷ വെച്ചിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കാതെ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റുകയും ഹിന്ദി ഭാഷ മാത്രം അറിയാവുന്ന ഉദ്യോഗസ്ഥനെ അയ്യപ്പൻകോവിലിലേക്ക് നിയമിക്കുകയും ചെയ്തു. പോസ്റ്റ് ഓഫീസിലെത്തുന്ന ഇടപാടുകാർ പറയുന്നത് പോസ്റ്റ് മാസ്റ്റർക്കും, പോസ്റ്റ് മാസ്റ്റർ പറയുന്നത് ഇടപാടുകാർക്കും മനസ്സിലാകുന്നില്ല. ഇത് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. അയ്യപ്പൻകോവിൽ പോസ്റ്റ് ഓഫീസിൽ സാധാരണക്കാരായ നമ്മുടെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഹിന്ദി മാത്രം അറിയാവുന്ന ഒരു പോസ്റ്റ് മാസ്റ്ററാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലിരിക്കുന്നത്. അതുകൊണ്ട് പല ആൾക്കാർക്കും വീട് വഴി പെൻഷൻ കിട്ടേണ്ടത് പോലും കിട്ടാതെ വരികയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രയാസങ്ങൾ ഒരുപാട് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോസ്റ്റ് മാസ്റ്റർ ഹിന്ദി സംസാരിക്കുന്നത് തർജ്ജമ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാനോ അവിടെ ചെല്ലുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാനോ ഉള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. അതിനാൽ ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനവധിയാണ്. അതിന് ഒരു മാറ്റം വരുത്താനായിട്ട് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. രോഗാവസ്ഥ മൂലം കിടപ്പിലായ പെൻഷൻ പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പോസ്റ്റ് ഓഫീസിലൂടെയാണ് വിതരണം ചെയ്യുന്നത്. പോസ്റ്റ്മാൻ വീട്ടിലെത്തിയാണ് പെൻഷൻ നൽകുക. സാധാരണ 5-ാം തീയതിക്ക് മുമ്പായി പെൻഷൻ ലഭിക്കുന്നതായിരുന്നു. കഴിഞ്ഞ മാസം 15-ാം തീയതി കഴിഞ്ഞാണ് പെൻഷൻ ലഭിച്ചത്. ഈ മാസം ഇതുവരെയും പെൻഷൻ വിതരണം ചെയ്തിട്ടുമില്ല. ഇവിടെ വന്നില്ല എന്നാ പറയുന്നത്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം പ്രിന്റ് എടുക്കാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത്. അന്നേരം ശനിയാഴ്ച വരെ ഞാൻ ചോദിച്ചു. അന്നേരവും പറഞ്ഞു പ്രിന്റ് എടുക്കാൻ പറ്റുന്നില്ല, തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ ആട്ടെന്ന്. ഒരു ഓഫീസർ മാത്രമുള്ള ഓഫീസുകളിൽ അന്യഭാഷക്കാരെ നിയമിക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് അയ്യപ്പൻകോവിലിൽ അന്യഭാഷക്കാരനെ നിയമിച്ചിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. ഇവർക്കും ഓഫീസറുടെ ഭാഷ വശമില്ല. അതിനാൽ ഓഫീസിന്റെ പ്രവർത്തനവും സുഗമമായല്ല നടക്കുന്നത്. ഹിന്ദി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയുന്നവരെ കൂടി നിയമിക്കുകയോ ഉദ്യോഗസ്ഥനെ മാറ്റി മലയാളം അറിയുന്നവരെ നിയമിക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്ര വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെത്തി. യൂണിയൻ ബാങ്ക് വണ്ടൻമേട് ശാഖയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കൃഷി വിജ്ഞാന കേന്ദ്രം, ഇന്ത്യ പോസ്റ്റ് തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തി. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന 10ഓളം പേർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി. അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ പദ്ധതികൾ, നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഈ പദ്ധതികൾ ശരിക്കും ഒരുപാട് നല്ല സ്വയം തൊഴിലുകളുണ്ട്. ഇപ്പോൾ തന്നെ എനിക്കറിയാൻ ചെയ്തിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ മാനേജർ വന്നതിന് ശേഷം ശരിക്കും ഒരുപാട് ലോണുകൾ നമുക്ക് സ്വയം തൊഴിൽ കൊടുത്ത് ഒരുപാട് ചെറുപ്പക്കാർ പല ബിസിനസ് മേഖല നടത്തി. എനിക്ക് തോന്നുന്നത് ഒരു 30% കടകളും ചെയ്തിട്ടുള്ളതൊക്കെ ഈ സ്വയം തൊഴിലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ആ ബിസിനസ് നടത്തി കൃത്യമായിട്ട് ലോൺ അടഞ്ഞു പോകുമ്പോൾ അത് വളരെ ഗുണകരമാണ്. പക്ഷെ അതിലേക്ക് ആരും കടന്നു ചെല്ലുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ലോണിന് വേണ്ടി ശ്രദ്ധിക്കും. ഇന്നിപ്പോലും നമ്മൾ പല രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുത്ത് പോലും ആളുകൾ കൂടുതലായി ഇതിനെപ്പറ്റി പഠിക്കാനോ ചിന്തിക്കുവാനോ അല്ല അതിനുള്ളൊരു താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് വള്ളവി അധ്യക്ഷനായിരുന്നു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു, ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ, K കുമാർ, യൂണിയൻ ബാങ്ക് വണ്ടൻമേട് ബ്രാഞ്ച് മാനേജർ അജീഷ് EA, റൂറൽ ഡെവലപ്മെന്റ് ഓഫീസർ ഗായത്രി P ബോസ് എന്നിവർ സംസാരിച്ചു. കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായി വളപ്രയോഗം നടത്തുന്നതിനുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയും കർഷകരെ പരിപാടിയുടെ ഭാഗമായി പരിചയപ്പെടുത്തി. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മണ്ണ് തള്ളിയതോടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുമോ എന്ന ആശങ്കയിൽ 10ഓളം കുടുംബങ്ങൾ. കാഞ്ചാർ വെള്ളിലാങ്കണ്ടത്താണ് വലിയ തോതിൽ മണ്ണ് തള്ളിയത്. മഴ പെയ്താൽ മണ്ണൊലിപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. കട്ടപ്പന-കുട്ടിക്കാനം സംസ്ഥാനപാത മലയോര ഹൈവേയായി ഉയർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വെള്ളിലാങ്കണ്ടത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മണ്ണ് തള്ളുന്നുണ്ട്. വലിയ തോതിൽ മണ്ണ് തള്ളിയതോടെയാണ് റോഡിന് അടിഭാഗത്ത് താമസിക്കുന്ന ആളുകൾ പരാതി ഉയർത്തിയത്. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മണ്ണ് തോട്ടിലേക്ക്
ഒലിച്ചിറങ്ങുകയും തോട് അടയുകയും ചെയ്യും. ഇങ്ങനെ സംഭവിച്ചാൽ തോട് ഗതിമാറി കൃഷിയിടത്തിൽ കയറി ഒഴുകും. മേഖലയിലെ കുടുംബങ്ങൾ പ്രധാനമായും കൃഷിയിടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള കുടിവെള്ള സ്രോതസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. തോട് കൃഷിയിടത്തിൽ കയറി ഒഴുകിയാൽ കിണറുകളിലടക്കം മലിനജലം ഒഴുകിയെത്തുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് മണ്ണിറക്കിയതാണ് ഈ കാണുന്നത്. ഈ മണ്ണിറക്കിയത് കൊണ്ട് ഇപ്പം പറ്റിയേക്ക് തന്നെ ഈ തോട്ടിലേക്ക് ഈ മണ്ണ് ഊർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. തോട്ടിലേക്ക് വന്ന് ഈ തോടിപ്പോൾ അടയുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം കുറ്റിയും ഇപ്പം നോക്കിയാൽ തന്നെ കാണാം, കുറ്റിയും കല്ലും എല്ലാം വന്ന് തോട്ടിൽ വീണിട്ടുണ്ട്. ഇനി അടുത്തൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ തോടടയും. തോടടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൃഷി സ്ഥലത്തേക്ക് ഞങ്ങളുടെ കുടിവെള്ള പദ്ധതി എല്ലാം പോകും. ഞങ്ങളുടെ കുടിവെള്ള ഇവിടെയാണ്, എൻ്റെ സ്ഥലമാണിത്. അപ്പോൾ ഈ മണ്ണ് നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണ് ഇരുന്നെങ്കിൽ പോരുള്ളൂ. അത് ഈ തോട് അടയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് വീണ്ടും കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എടുത്ത് മാറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഈ മഴക്കാലം ഈ മണ്ണ് താങ്ങുകയില്ല, ഈ തോട്ടിലേക്ക് തന്നെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. പരാതി അറിയിച്ചിട്ടും വീണ്ടും മണ്ണ് തള്ളുന്ന സമീപനമാണ് കരാറുകാർ സ്വീകരിച്ചത്. മണ്ണ് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. ശക്തമായി മഴ പെയ്താൽ റോഡിന് അടിവശത്തെ വീടുകളിലേക്ക് വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു കയറുമോ എന്ന ആശങ്കയുള്ളതായും നാട്ടുകാർ പറയുന്നു. ഈ രീതിയിൽ മണ്ണിങ്ങനെ വന്ന് റോട്ടിൽ കുറ്റിയും കല്ലും വന്നു കിടക്കുന്നു. ഈ മല പോലെ മണ്ണ് ഇവിടെ നിൽക്കുന്നു. ഈ മണ്ണ് ഓരോ മഴയ്ക്ക് ഊർന്ന് താഴോട്ട് റോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തോട് ബ്ലോക്കായി കഴിഞ്ഞാൽ ഈ വെള്ളം ഇതേ കയറി ഒഴുകും. ഈ എൻ്റെ ഉൾപ്പെടെ താഴോട്ട് 89 കിണറുകളുണ്ട്. ഈ താഴ്വശത്തൂടെ വെള്ളം ഒഴുകുമല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കിണറുകളെല്ലാം മൂടുകയും നശിക്കുകയും ചെയ്യും. ഞങ്ങളുടെ എല്ലാവരുടെയും കുടിവെള്ളം മൂട്ടും. അതിന് എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളെല്ലാവരും കാണിച്ചു. കൈത്തോടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സംരക്ഷണ ഭിത്തി കെട്ടിയാൽ വിഷയത്തിന് പരിഹാരമാകുമെങ്കിലും അതിന് നടപടികൾ ആരും സ്വീകരിക്കുന്നില്ല. നിലവിൽ വലിയ കല്ലുകളും മരക്കുറ്റികളും കൈത്തോട്ടിലേക്ക് പതിച്ചിട്ടുണ്ട്. മണ്ണ് തള്ളുന്ന സന്ദർഭത്തിൽ പാറക്കല്ലുകൾ ഉരുണ്ടുവരുന്നത് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇനി മണ്ണ് തള്ളാതിരിക്കാനും നിക്ഷേപിച്ച മണ്ണ് ഒലിച്ചിറങ്ങാതിരിക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം. വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗത്തോട് പരാതി അറിയിച്ചപ്പോൾ ഒന്നും ചെയ്യാനില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും കുടുംബങ്ങൾ പറയുന്നു. അതേസമയം സ്ഥലം സന്ദർശിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ അറിയിച്ചു. വാത്തിക്കുടി തോപ്രാങ്കുടി സ്വദേശിയായ ആനത്താനത്ത് സിബിയുടെ വെട്ടിനശിപ്പിക്കപ്പെട്ട കുരുമുളക് തോട്ടം കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. കുരുമുളക് തോട്ടം വെട്ടിനശിപ്പിച്ച സാമൂഹിക വിരുദ്ധരെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സന്ദർശനം. വാത്തിക്കുടി പഞ്ചായത്തിലെ തോപ്രാങ്കുടി സ്വദേശിയായ ആനത്താനത്ത് സിബിയുടെ കുരുമുളക് തോട്ടം സാമൂഹിക വിരുദ്ധർ വെട്ടിനശിപ്പിച്ചിട്ട് 10 ദിവസം പിന്നിടുകയാണ്. നാളിതുവരെയായിട്ടും പോലീസിന് പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിബിയുടെ തോട്ടം സന്ദർശിച്ചത്. കർഷകന്റെ ജീവിതമാണ് കൃഷി. ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്ത സാമൂഹിക വിരുദ്ധരായവരെ കണ്ടെത്താനാകാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്നും നാളുകളിൽ മറ്റൊരാൾക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്രതികളെ അടിയന്തരമായി കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ ആവശ്യപ്പെട്ടു. ഇവിടെ കൊടി കയറി വെട്ടി ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സൃഷ്ടിച്ചപ്പോൾ അതിന് നമ്മൾ പരാതി മുരിക്കാശ്ശേരി സ്റ്റേഷൻ ഉൾപ്പെടെ നമ്മൾ പരാതി കൊടുത്തിട്ടും അത് ഇന്ന് വരെ യാതൊരുവിധ അതിനൊരു നടപടികളോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതികളാരെന്ന് കണ്ടെത്തുവാനോ അതിന് വേണ്ട ഒരു ക്രമീകരണം ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ മറ്റ് കൃഷി മേഖലകളിലെല്ലാം നമുക്കറിയാം ഇതുപോലെ ഇത്രയും അധ്വാനിച്ച് കൃഷി നമ്മളാക്കി എടുത്തു കഴിയുമ്പോൾ അത് വെട്ടിയ എത്ര നീചമായ പ്രവൃത്തിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു പരിഗണന സിബിക്ക് ഈ കർഷകന് കിട്ടിയിട്ടില്ല. അല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ സമരപരിപാടികൾ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. DCC അംഗങ്ങളായ വിജയകുമാർ മറ്റക്കര, തങ്കച്ചൻ കാരക്കാവയലിൽ, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ്മി ജോർജ്, ബിജുമോൻ വടക്കേക്കര, ബിബിൻ നല്ലൻകുഴി, ബുഷ് കണ്ണഞ്ചുറ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. വണ്ടൻമേട്ടിൽ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ദിശ ബോർഡ് PWD ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുന്നതായി പരാതി. വിദേശികളും സ്വദേശികളുമായ 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയരികിലാണ് ബോർഡ് അപകടക്കെണിയായി മാറിയിരിക്കുന്നത്. വണ്ടൻമേട് സെന്റ് ആന്റണി സ്കൂളിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ദിശ ബോർഡിന്റെ അവസ്ഥയാണിത്. 1 മാസത്തിന് മുൻപാണ് വഴിയോരത്ത് നിന്ന് തണൽമരം വെട്ടിയപ്പോൾ ദിശാ ബോർഡിൽ വീണ റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നത്. സ്കൂളിനോട് ചേർന്ന് തിരക്കേറിയ റോഡിലെ അപകടാവസ്ഥ പ്രദേശവാസികൾ PWD ഓഫീസറെ അറിയിച്ചിരുന്നു. എന്നാൽ ദിശാ ബോർഡിന്റെ ഇപ്പോഴുള്ള അവസ്ഥയുടെ ചിത്രമെടുത്ത് ഓഫീസിലെത്തിച്ചാൽ നടപടി സ്വീകരിക്കാമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. ഫോട്ടോ PWD ഓഫീസിലെത്തിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. റോഡാണ്, ഒത്തിരി വണ്ടികൾ പോകുന്നുണ്ട്.
അപ്പോൾ അവർക്ക് ഇതിൻ്റെതായ പ്രശ്നവും ബുദ്ധിമുട്ടൊക്കെ ഈ ബോർഡ് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏത് വഴിയാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് എല്ലാ വണ്ടിക്കാരും ഇവിടെ നിർത്തി വഴി ചോദിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. കാരണം ബോർഡ് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുമല്ലേ. മെയിനായിട്ട് പറയാൻ വെച്ചാൽ മെയിനായിട്ട് സ്കൂൾ പിള്ളേർ പോകുന്ന ഒരു മെയിൻ റോഡാണ്. അപ്പം ഒരു അപകടം വരുന്ന മുമ്പ് തന്നെ ബോർഡ് ഇവിടുന്ന് മാറ്റി തരണം. കാലപ്പഴക്കം കൊണ്ട് ബോർഡിലെ എഴുത്തുകൾ പോലും മാഞ്ഞുപോയി. വിദേശികൾ അടക്കമുള്ള ആളുകൾക്ക് കാണുന്ന രീതിയിൽ ഒരു ബോർഡ് PWDയിൽ നിന്നും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് മരം വീണത് റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുക. ഈ വിവരം PWD അറിയിച്ചു. ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞ് അതിട്ട് കൊടുത്തു. നാളിതുവരെയായിട്ടും യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടായില്ല. ഒന്നുകിൽ ഇത് മുറിച്ച് മാറ്റണം, അല്ല എങ്കിൽ ഇത് നിവർത്ത് വെക്കണം എന്നാണ് ഞാനന്ന് ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ PWD എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചത്. ഉടനെ തന്നെ അതിനുള്ള നടപടി എടുത്തുകൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളമായി ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ പ്രത്യേകിച്ച് ഹൈ റേഞ്ചാണ്. നമ്മുടെ ഈ പ്രദേശമൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ രാവിലെയൊക്കെ വരുന്ന വണ്ടികൾ വഴി അറിയാതെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതൊരു വാർത്താ ബോർഡ് ആയിരിക്കുകയല്ല, ഒരു പക്ഷേ ഇതൊരു മരണ ബോർഡായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി നിൽക്കുന്ന ബോർഡ് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. നിരവധി തവണ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപനം നടത്തിയ മുരിക്കാശ്ശേരി ബൈപ്പാസ് വർഷങ്ങൾ പിന്നിട്ടിട്ടും യാഥാർത്ഥ്യമായില്ല. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് റോഡിൽ നിന്നും പോലീസ് സ്റ്റേഷൻ വഴി കരിമ്പൻ റോഡിലേക്ക് എത്തുന്ന പ്രധാന സമാന്തര പാതയാണ് വാഗ്ദാനങ്ങളിൽപ്പെട്ട ഇന്നും പണിതീരാതെ കിടക്കുന്നത്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനമായ മുരിക്കാശ്ശേരി ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ ഏക സഞ്ചാരമാർഗം ഈ പാതയാണ്. പാവനാത്മ കോളേജ് പടിക്കൽ നിന്ന് ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ പടിയിലൂടെ കരിമൻ റോഡിലെത്തുന്ന ഈ സമാന്തര പാതയ്ക്ക് 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം. നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് നിരവധി തവണ റോഷി അഗസ്റ്റിൻ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായതല്ലാതെ റോഡ് പൂർത്തിയായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമുള്ള മുരിക്കാശ്ശേരിയിൽ വാഹന ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഒരു ബ്ലോക്കോ ഏർപ്പാടുകളോ വന്നു കഴിഞ്ഞാൽ അടിയന്തരമായി ആളുകൾക്ക് പോകാവുന്ന ഒരു റോഡാണ്. ഈ റോഡിൽ ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാന ഗവൺമെൻറ് വരെ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഈ സ്ഥലത്തെ MLAയും മന്ത്രിയുമായിരിക്കുന്ന ആൾ നിരവധി തവണ മുരിക്കാശ്ശേരി പ്രഖ്യാപിച്ചാണ് ഈ റോഡ് പൂർത്തീകരിക്കുന്നത്. നാളെ ഇതുവരെയായിട്ടും ഈ റോഡ് പൂർത്തീകരിച്ചിട്ടില്ല. അടിയന്തരമായി ഈ റോഡ് പൂർത്തീകരിക്കുന്നതിനുള്ള ക്രമീകരണം ഈ നാട്ടിലെ വാത്തിക്കുടി പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സഞ്ചരിക്കുന്ന ആളുകളോടുള്ള പ്രതിബദ്ധത ഉണ്ടെങ്കിൽ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡുകളൊക്കെ നബാർഡിലോ അല്ലെങ്കിൽ PMGSYയിലോ ഏറ്റെടുത്ത് നടത്തുവാൻ പറ്റുള്ളൂ. ഇത് PW റോഡായതുകൊണ്ട് കേരള PW തന്നെ ഈ റോഡിന് ഫണ്ട് അനുവദിച്ചാൽ ഇതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ചെറിയൊരു മഴ പെയ്താൽ ഇതുവഴി കാൽനട യാത്ര പോലും ദുസ്സഹമാകും. ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന മുരിക്കാശ്ശേരി ബൈപ്പാസ് പൂർത്തിയാക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ICIR സംയുക്തമായി കാർഷിക സെമിനാറും ഫലവൃക്ഷ തൈ വിതരണവും കാഞ്ചിയാർ കോവിൽമലയിൽ സംഘടിപ്പിച്ചു. വീട്ടുവളപ്പിലെ കൃഷിയിലൂടെ കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ICIR തൃശൂരും സംയുക്തമായാണ് വീട്ടുവളപ്പിലെ കൃഷിയിലൂടെ കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാറും ഫലവൃക്ഷ തൈകളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും വിതരണവും സംഘടിപ്പിച്ചത്. ICIR തൃശൂരിന്റെ ട്രൈബൽ സബ്പ്ലാൻ വഴിയാണ് പരിപാടികൾ നടന്നത്. നമ്മുടെ മേജർ ഒബ്ജക്റ്റീവ് എന്തെങ്കിൽ മേജർ ഗോൾ എന്ന് പറയുന്നത് മേജർ ലക്ഷ്യം എന്തെങ്കിൽ ടു പ്രൊട്ടക്ട് ദ ലാൻഡ് റേസസ്, അതായത് ക്രാപ്പ് നമുക്ക് പഴയ രഹങ്ങളുണ്ടല്ലോ, നാട്ടു രഹങ്ങൾ, പാരമ്പര്യ രഹങ്ങൾ, എല്ലാ പ്ലാന്റ്സ്, നമ്മൾ നെല്ലായിട്ട് പയറ്, എണ്ണ വിത്തുകൾ, അങ്ങനെ നിറച്ച് സാധനങ്ങളുടെ ക്രാപ്സ് ഉണ്ടല്ലോ, ക്രാപ്സ് എന്ന് പറയുന്നത് പയർ. അതിൻ്റെ പഴയ വെറൈറ്റീസ് അല്ലാതെ നമുക്ക് വേറെ റിസർച്ച് സ്റ്റേഷനിൽ കിട്ടുന്ന നല്ല രഹങ്ങൾ, അതുമാത്രമില്ലാതെ കാട്ടിനങ്ങൾ, കാട്ടിലെ കിട്ടില്ല, കാട്ടുമഞ്ഞൾ, കാട്ടിഞ്ചി, കാട്ടുനെല്ല്, കാട്ടുവാഴ, ഇങ്ങനെ കാട്ടിലെ കിട്ടുന്ന നമ്മ. കോഴിമല സെന്റ് ജോസഫ് ദേവാലയ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കോഴിമല, രാജപുരം,
ചെന്നിനായ്ക്കൻകുടി, പൂവന്തിക്കുടി എന്നിവിടങ്ങളിൽ നിന്നുള്ള 100ഓളം കർഷകർ പങ്കെടുത്തു. പരിപാടികൾക്ക് ICAR സയന്റിസ്റ്റ് ഡോക്ടർ സുമ എ, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ കെ പ്രദീപ്, ഡോക്ടർ എം ലത, പീരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിൽസൺ ജെയിംസ് കുന്നത്തുപുരയിടം, ഫാദർ ജേക്കബ് മങ്ങാടം, കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ, TP ദിവാകരൻ, കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VR ആനന്ദൻ, ലിനു ജോസ്, ഡോക്ടർ PP തിരുമലൈസ്വാമി എന്നിവർ നേതൃത്വം നൽകി. കേൾവി വൈകല്യ ഉപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് വണ്ടൻമേട്ടിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേൾവി വൈകല്യ ഉപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ ജേക്കബ് അധ്യക്ഷയായിരുന്നു. ഭിന്നശേഷി സൗഹൃദമായ ഒരു പഞ്ചായത്ത് എന്നത് ഭരണസമിതിയുടെ കർമ്മ പദ്ധതിയുടെ ഭാഗമാണെന്നും ശ്രവണ സഹായികൾ ലഭ്യമാകുന്നതോടെ കേൾവി വൈകല്യമുള്ളവരെ മുഖ്യധാരയിലെത്തിക്കാൻ കഴിയുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ പറഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ കാലങ്ങളായി നടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ പഞ്ചായത്തിൻ്റെ ഇതിൽ വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ICD സൂപ്രണ്ടിൻ്റെ നേതൃത്വം നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പ് കേൾവിക്കുറവുള്ള 40% മുകളിലോട്ടുള്ള അംഗങ്ങൾക്കുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് ഉപകരണ വിതരണം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടൊരു കാര്യം നമുക്കറിയാം. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നത് ഇന്നിവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ ആളുകൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അറിവില്ലായ്മ കൊണ്ട് അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റാത്ത രാവിലെ ഒരാൾ വന്നിട്ട് പോയി. കഴിഞ്ഞ ദിവസമാണെങ്കിൽ 1-2 പേര് വിളിച്ചു ചോദിച്ചു. അപ്പോഴൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇത്രയും പേരുണ്ടോ എന്ന് ഞാൻ വന്നപ്പോൾ സൂപ്പർവൈസർ ചോദിക്കുമായിരുന്നു. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കേൾവി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ഇപ്പോൾ അതിനുള്ള ഉപകരണങ്ങൾ തരുമ്പം പല ഘട്ടത്തിലുള്ള ഇപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞ തന്നെ നമ്മൾ ഡോക്ടേഴ്സ് പരിശോധന നടത്തിയതിന് ശേഷം ആ കേൾവിക്കുറവിൻ്റെ ഭാഗമായിട്ടുള്ള പല രീതിയിലുള്ള പവറുള്ള ഉപകരണങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. അത് കൂടുതലായി പ്രയോജനപ്പെടുകയും. ഓഡിയോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് വിഷയാവതരണം നടത്തി. 40% കേൾവിശക്തി കുറഞ്ഞവരെ കണ്ടെത്തിയാണ് പദ്ധതി ആനുകൂല്യം ലഭ്യമാക്കിയത്. 30ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ICDS സൂപ്പർവൈസർ നിർവഹണ ഉദ്യോഗസ്ഥയായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു, ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ, ICDS സൂപ്പർവൈസർ സ്നേഹ സേവ്യർ, അങ്കണവാടി പ്രൊജക്ട് ലീഡർ രാധാമണി രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നീട്ടി വളർത്തുന്ന മനോഹരമായ മുടി ജഗൻ ഇടയ്ക്ക് മുറിച്ചുമാറ്റി മൊട്ടയടിക്കും. വീണ്ടും മുടി വളർത്തും. ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനായാണ് നെടുങ്കണ്ടം സ്വദേശിയായ ഈ 6ാം ക്ലാസ്സുകാരൻ മുടി സംരക്ഷിക്കുന്നത്. ഇത് 2ാം തവണയാണ് നെടുങ്കണ്ടം പുതിയ വീട്ടിൽ PD ഹരികുമാറിന്റെയും ശ്രീവിദ്യയുടെയും മകനായ ജഗൻ മുടി ദാനം ചെയ്യുന്നത്. മാതാപിതാക്കൾക്കൊപ്പം ബാർബർ ഷോപ്പിലെത്തി ഇത്തവണയും മുടി മുറിച്ചു നീക്കി മൊട്ടയടിച്ചു. ഇത് അമ്മയും ഞാനും ഒരു ദിവസം വീട്ടിൽ ഫോണിൽ വാർത്ത കണ്ടു ക്യാൻസർ രോഗികൾക്ക് മുടി കൊടുക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ എനിക്ക് മുടി കൊടുക്കാൻ പറ്റുമോ. അമ്മ അച്ഛനെ സമ്മതിക്കുകയും ഞാനിത് 2ാമത്തെ തവണയായിരുന്നു. മുടി വളർത്താൻ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. ഫംഗസായിട്ട് നടത്തിച്ചു ആണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. എപ്പോഴും അവനാണ് അതിൽ നിന്ന് പിന്തിരിയാതെ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവന് മുടി കൊടുത്തേ പറ്റത്തുള്ളൂ. അവന് സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിനോടൊക്കെ അനുവാദം മേടിച്ചു. സ്കൂളിൽ നിന്നാണെങ്കിൽ നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് അവൻ്റെ മുടി വളർത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ ഇത് 2ാമത്തെ തവണ ഇപ്പം മുടി കൊടുക്കുന്നത്. 10 വർഷമായിട്ട് ക്യാൻസർ പേഷ്യൻ്റ് ഇങ്ങനെ മുടിയെടുത്ത് കൊടുക്കുന്നതാണ്. തൃശ്ശൂർ അമല ക്യാൻസർ മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ മുടിയെടുത്ത് അയച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ 13ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ മുടിയെടുത്ത് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ മോൻ്റെ മുടി ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ റെഡിയാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നാളെ തന്നെ രാവിലെ ഇപ്പോൾ കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. മുടി നീട്ടി വളർത്തുന്നതിന് ജഗന് നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂളിലെ അധ്യാപകരിൽ നിന്നും മികച്ച പിന്തുണയാണ്. ക്യാൻസർ രോഗികൾക്കായി ദാനം ചെയ്യുന്നതിന് മുടി വളർത്തുന്നതിനാൽ അധ്യാപകരും ഈ കൊച്ചുമിടുക്കനെ പ്രോത്സാഹിപ്പിക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 300, വിൽപ്പനയ്ക്ക് വന്നത് 1,05,313, വിൽപ്പന നടന്നത് 1,01,162. കൂടിയ വില 2,514, ശരാശരി വില 1,683. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1,550, ഏലം ശരാശരി വില 1,300. കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 1000, കൊക്കോ 50, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണം ഗ്രാമിന് 5,760 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ ജില്ലാ നിർമ്മിതി കേന്ദ്രം പുതിയ എസ്റ്റിമേറ്റ് നൽകി. തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടിയാലോചിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മിതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത്. ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ധനവകുപ്പ് തിരിച്ചയച്ചതിനെ തുടർന്ന് ലയങ്ങൾ നവീകരിക്കാനുള്ള നടപടി നീട്ടിവയ്ക്കാനുള്ള ശ്രമമാണോ ഇതെന്ന് സംശയിക്കുന്നതായി കേരള പ്ലാന്റേഷൻ ഫെഡറേഷൻ. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനിയമ ഭേദഗതിയുടെ കാണാപ്പുറങ്ങൾ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ഭൂനിയമ ഭേദഗതിയിലൂടെ ഇടുക്കിയിൽ വരാനിരിക്കുന്നത് അന്ധകാരത്തിന്റെ ദിനങ്ങളാണെന്ന് MP. കേരള ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധവും ഹർത്താലും ദൗർഭാഗ്യകരമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. തെരുവിലെ പ്രതിഷേധം ഒഴിവാക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണഘടനാ മാർഗത്തിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും PS ശ്രീധരൻപിള്ള. എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കമ്പനി. നോട്ടീസ് നൽകിയത് ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിൽ സമരം ചെയ്ത തൊഴിലാളികൾക്ക്. കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ മൃതദേഹവുമായി തൊഴിലാളികൾ HML കമ്പനി ഓഫീസിന് മുൻപിൽ സമരം നടത്തിയിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.